ഹായ് എവരിവൺ. നമ്മുടെ സിലബസിൽ ബാക്കിയുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഓക്സോ ആസിഡ്സ് ഓഫ് നൈട്രജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്. ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. മിക്കവാറും ചോദ്യങ്ങൾ വരുന്നത് ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസും ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫറിൽ നിന്നുമാണ്. അവരുടെ എത്ര POP ബോണ്ട് ഉണ്ട്, എത്ര PO ബോണ്ട് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ നോക്കൂ. 6 ഓക്സൈഡ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ 6 ഓക്സൈഡ്സിൻ്റെ നേച്ചറും അതേപോലെ നേച്ചർ എന്ന് പറയുമ്പോൾ അസിഡിക് ആണോ ന്യൂട്രൽ ആണോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവരുടെ നെയിം ആൻഡ് സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, ആദ്യമായിട്ട് N2O ആൻഡ് ഇവരുടെ നേച്ചർ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇവർ രണ്ടുപേരും എന്താണ്? ന്യൂട്രൽ ഗ്യാസ് ആണ്. ന്യൂട്രൽ കളർലെസ് ഗ്യാസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ന്യൂട്രൽ കളർലെസ് ഗ്യാസ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? അസിഡിക് ആണ് എന്നുള്ളതും നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഒരു കാര്യം കഴിഞ്ഞല്ലോ. യെസ്. ഇനി നമുക്ക് നോക്കാം. നൈട്രസ് ഓക്സൈഡ് N2O, അല്ലെങ്കിൽ ഇവരുടെ വേറൊരു പേര് ഞാൻ പറയട്ടെ. എന്താണെന്നോ? നൈട്രജൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡേഷൻ സ്റ്റേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും? മോണോക്സൈഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നൈട്രജൻ 1 മോണോക്സൈഡ്. ഇതിൻ്റെ വേറൊരു പേരുണ്ട്, വളരെ കോമൺ ആയിട്ടുള്ള ലാഫിംഗ് ഗ്യാസ്. വാട്ട് ഇസ് ഇറ്റ്? യെസ്, ഇറ്റ് ഈസ് ലാഫിംഗ് ഗ്യാസ് എന്ന് നമ്മൾ പറയും. ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂട്രൽ കളർലെസ് ഗ്യാസ്. ന്യൂട്രൽ കളർലെസ് ഗ്യാസ്. ഓക്കെ. ഇനി സ്ട്രക്ചർ അല്ലേ പറയാനുള്ളത്. നോക്കൂ, N2O. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നൈട്രജൻ എന്ന് പറയുന്നത് എത്ര വാലൻസ് ഇലക്ട്രോൺ ആണ്? 5 വാലൻസ് ഇലക്ട്രോൺ ആണ്. ജനറലി നൈട്രജൻ എന്ത് ചെയ്യും? 3 ബോണ്ട് ഫോം ചെയ്യും. ഇൻ കേസ് നൈട്രജൻ, ഇഫ് നൈട്രജൻ ഫോംസ് 4 ബോണ്ട്സ്, അപ്പോൾ ഈ നൈട്രജൻ്റെ മുകളിൽ എന്ത് ചാർജ് ഉണ്ടാവും? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ. ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ 3 ബോണ്ട് ഫോം ചെയ്തു, ബാക്കി എന്തുണ്ടാവും? 2 ഇലക്ട്രോൺ, ഒരു ലോൺ പെയർ അവിടെ ഉണ്ടാവും. ഇനി എന്താണ്? യെസ്, ഇങ്ങനെ. ഇനി തീർന്നോ? N2 ആയിട്ടേ ഉള്ളൂ, ഓക്സിജൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ വരും. ഇവിടെയും ഒരു ലോൺ പെയർ ഉണ്ടല്ലോ. ആ ലോൺ പെയർ ഇങ്ങോട്ട് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഓക്സിജൻ ഷെയറിംഗ് ഒന്നും നടത്തുന്നില്ല. അപ്പോൾ 6 ഇലക്ട്രോണും ഇവിടെ ഉണ്ടാവും. ആൻഡ് ഞാൻ പറഞ്ഞു, നൈട്രജൻ എന്താണ്? 4 ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ്. ഓക്സിജൻ്റെ മുകളിൽ എന്ത് ചാർജ് വരും? നെഗറ്റീവ് ചാർജ് വരും. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതും കൂടെ നിങ്ങൾ ആലോചിക്കുക. ഇഫ് ഓക്സിജൻ ഫോംസ് സിംഗിൾ ബോണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും അവർക്ക് ഉണ്ടാകുക. യെസ്, ദേ പോസസ് വോട്ട്? നെഗറ്റീവ് ചാർജ്. ക്ലിയർ ആണല്ലോ കാര്യം? യെസ്. ഇനി അടുത്തത് നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾസോ എ ന്യൂട്രൽ കളർലെസ് ഗ്യാസ്. ഓക്കെ. ഇനി സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിലോ, നോക്കൂ. ഇതിനല്ലെങ്കിൽ എന്ത് വിളിക്കാം നമുക്ക്? നൈട്രജൻ 2 മോണോക്സൈഡ് എന്നും കൂടെ നമുക്ക് വിളിക്കാൻ പറ്റും. നൈട്രജൻ 2 മോണോക്സൈഡ്. ഓക്കെ. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നൈട്രജൻ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് ആയിരിക്കുമല്ലോ. ഓക്സിജൻ എന്തായിരിക്കും? ഡബിൾ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ 1 ഇലക്ട്രോൺ ഉണ്ട്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ദിസ് ഈസ് എ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? യെസ്. ഇനി അടുത്തത് ഡൈനൈട്രജൻ ട്രയോക്സൈഡ് N2O3. പറയൂ, ഇതിൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇതെന്തായിരിക്കും? ബ്ലൂ സോളിഡ് ആയിരിക്കും, അല്ലേ? ബ്ലൂ സോളിഡ് ഇൻ നേച്ചർ ആയിരിക്കും. ആൻഡ് ദിസ് ഈസ് വോട്ട്? അസിഡിക് ആയിരിക്കും. ഓക്കെ. സ്ട്രക്ചർ, നേച്ചറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? N2O3, അല്ലേ? അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു നൈട്രജൻ. ഓക്കെ. അപ്പോൾ എന്തായി? N2O2 ആയി. ഇനി എന്താണ്? N2O2 ആയല്ലോ. ഇനി എന്താണ്? ഒരു ഓക്സിജനും കൂടെ നമുക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ O മൈനസ് നൈട്രജൻ പ്ലസ്. അപ്പോൾ എന്തായിരിക്കും? ഈ പ്ലസും മൈനസും കൊണ്ട് എന്തായിരിക്കും? ഈ കോമ്പൗണ്ട് എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. യെസ്. ഇനി NO2, നൈട്രജൻ ഡയോക്സൈഡ്. വെരി ഇമ്പോർട്ടൻറ്റ്. നൈട്രജൻ ഡയോക്സൈഡ് എന്താണ്? യെസ്, ബ്രൗൺ ഗ്യാസ് ആണ് ആൻഡ് അസിഡിക് ആണ്. ആൻഡ് ഇറ്റ് ഈസ് അസിഡിക് ആസ് വെൽ. NO2ൻ്റെ സ്ട്രക്ചർ നമുക്കൊന്ന് വരച്ച് നോക്കാം, അല്ലേ? യെസ്, വരച്ച് നോക്കാം നമുക്ക്. എന്താ കുഴപ്പം? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഡബിൾ ബോണ്ട് നിങ്ങൾ ഫോം ചെയ്യുക. ഓക്കെ. പിന്നെന്തൊക്കെയാണുള്ളത്? ഒരു ലോൺ പെയർ ഉണ്ടാവും. അതേപോലെ 5 വാലൻസ് ഇലക്ട്രോൺ ആണല്ലോ. യെസ്. അപ്പോൾ
ഈ ലോൺ പെയർ കൊണ്ട് എന്ത് ചെയ്യും? ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? യെസ്, ഇങ്ങനെയായിരിക്കും ഇവരുടെ സ്ട്രക്ചർ. എഗെയിൻ ഇവരെന്താണ്? ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ ആണ്. ദിസ് ഈസ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ. അങ്ങനെ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ഡൈമറൈസ് ചെയ്യും. ഡൈമറൈസ് ചെയ്തുകൊണ്ട് എന്ത് ഫോം ചെയ്യും? N2O4 ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? യെസ്, N2O4. നോക്കാം നമുക്ക്. ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് എന്താണ്? നോക്കൂ, ഇത് ഒരു വൈറ്റ് സോളിഡ് ആണ്, അസിഡിക് ആണ്, അസിഡിക് ഇൻ നേച്ചർ. അങ്ങനെയാണെങ്കിൽ NO2 ഇതാ, NO2 ഇങ്ങനെയാണല്ലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതാ, ഇതാണ് നമ്മുടെ NO2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു NO2, ഇവിടെയും ഞാൻ ഇതേപോലെ ഒരു NO2. ഓക്കെ, യെസ്. അങ്ങനെയാകുമ്പോൾ ഇതാ, ഇവരെന്ത് ചെയ്യുന്നു? ഞാൻ ക്ലബ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ സംഭവം. ഇതാ, ഞാനിങ്ങനെ ക്ലബ് ചെയ്യുന്നു. ആ അൺപെയ്ഡ് ഇലക്ട്രോണും എന്ത് ചെയ്യുന്നു? ക്ലബ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? N2O4. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം? പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ എഴുതാം. വേണമെങ്കിൽ എഴുതിയാൽ മതി. ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ക്ലിയർ? സിമ്പിൾ ആണ്. നൗ വാട്ട്? N2O5, ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവിടെ നോക്കിയേ. നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +5. നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് +5 ആണ്. ഞാൻ പറഞ്ഞിരുന്നു നൈട്രജൻ്റെ കോവാലൻസി എത്രയാണ്? ലിമിറ്റഡ് ടു 4 +4. സോറി 4. ഓക്കെ, ലിമിറ്റഡ് ടു 4. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നൈട്രജൻ ക്യാൻ ഷോ ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാക്സിമം അപ് ടു വോട്ട്? +5. റൈറ്റ്. അപ്പോൾ N2O5 എനിക്ക് വരയ്ക്കണം. N2O4 ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട് അല്ലേ? ഓൾറെഡി ഈ നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? 1 2 3 4 ബോൺസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ ഒരു ഓക്സിജനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ കാണിച്ചു തരട്ടെ. സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? യെസ്, നോക്കിക്കോളൂ. ഇവിടെ സെൻട്രൽ എന്ത് ചെയ്യുക? ഒരു ഓക്സിജനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എത്രയായി? 1 2 3 4. ഇപ്പോഴും 4 ബോണ്ട് തന്നെയല്ലേ ഫോം ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഓക്സിജനെ ഇൻസേർട്ട് ചെയ്തു. മേ ബി നിങ്ങളോട് ചോദ്യം ചോദിച്ചേക്കാം, NON ബോണ്ട് എത്രയാണെന്ന്. യെസ്, ഇറ്റ് ഈസ് 1. എത്രയാണ്? 1 ആണ്. അപ്പോൾ ഡൈനൈട്രജൻ പെൻറ്റോക്സൈഡ്. ക്ലിയർ ആണല്ലോ കാര്യം? അപ്പോൾ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, എല്ലാ ഓക്സൈഡ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. 6 എണ്ണം. സ്ട്രക്ചറും ഷേപ്പും അതേപോലെ തന്നെ നമ്മുടെ ഇവരുടെ നേച്ചറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ കാര്യം? യെസ്. അടുത്ത എന്താണ്? ഓക്സോ ആസിഡ്സ് ഓഫ് നൈട്രജൻ. എന്താണ് ഈ ഓക്സോ ആസിഡ്സ്? നോക്കൂ, ഇൻട്രസ്റ്റിംഗ്ലി HNO3, നൈട്രിക് ആസിഡ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. നൈട്രിക് ആസിഡ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, HNO3. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. ഓക്കെ, നോക്കൂ, എന്താണ് ഈ നൈട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ? ആദ്യം നമ്മൾ ഇങ്ങനെയാണ് സ്ട്രക്ചർ വരക്കുക. NOOH. ഓക്കെ, പിന്നെന്താണ്? യെസ്, ഒരു ഓക്സിജൻ. ഇതാണ് നമ്മുടെ HNO3യുടെ സ്ട്രക്ചർ. ഓൾറൈറ്റ്. അപ്പോൾ ഓക്സോ ആസിഡ് ആണ്. അപ്പോൾ ആസിഡ് വേണമെങ്കിൽ നമുക്കൊരു OH ബോണ്ട് വേണം. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്? കാരണം ഇവർ H+ വിട്ട് കൊടുക്കണമെങ്കിൽ ഇതാ ഈ ഓക്സിജൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇവരാണ് ആക്ച്വലി എന്ത് ചെയ്യുക? വിട്ടുകൊടുക്കുക, അസിഡിക് ക്യാരക്ടർ. അപ്പോൾ അതൊരു കാര്യം. പിന്നീട് ഓക്സോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ വേണം, അതേപോലെ ഒരു OHും വേണം. ഇപ്പോൾ ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡ് ആണ് പറയുന്നതെങ്കിൽ ഫോസ്ഫറസ് എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ട് ഓക്സിജൻ ഫോം ചെയ്യണം. പിന്നീട് എന്ത് വേണം? ഒരു OHും വേണം. ഇതായിരിക്കും ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡ്. അപ്പോൾ നോക്കിക്കോളെ. യെസ്, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇതാണ് നൈട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് നൈട്രസ് ആസിഡ് എന്താണെന്നും നൈട്രിക് ആസിഡ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. നോക്കൂ, നൈട്രസ് ആൻഡ് ഹൈപ്പോ നൈട്രസ് ആസിഡ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാം. നോക്കൂ, HNO3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ കണ്ടു അല്ലേ? ദാ, ദിസ് ഇസ് HNO3. HNO3യുടെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? യെസ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് +5. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +5 ആണ്. ഇനി നൈട്രസ് ആസിഡിൻ്റെതോ? ഇതാ, നൈട്രസ് ആസിഡിൻ്റെത് HNO2 ആണ് കേട്ടോ. HNO2. യെസ്, നോക്കിക്കോളെ. അപ്പോൾ നമ്മളെങ്ങനെ വരക്കും? ഇതാ, നൈട്രജൻ ഞാനിവിടെ വരച്ചു. ഇതാ, ഡബിൾ ബോണ്ട് ഓക്സിജൻ എന്തായാലും കൊടുക്കണം. പിന്നെന്താണ്? OH. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് നൈട്രസ് ആസിഡ്. ഇനി ഞാൻ പറയട്ടെ, ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? പറഞ്ഞോ. +3 ആയിരിക്കും അല്ലേ? യെസ്.
അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, Cu+, Cu2+. Cu+ എന്ന് പറഞ്ഞാൽ എന്താണ്? കുപ്രസ്. Cu+ എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി അബൌട്ട് ഇറ്റ്. കുപ്രസ്. കുപ്രസ്. ഇതെന്താണ്? കുപ്രിക്. കുപ്രിക്. അതായത് വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? ഇക്കായിരിക്കും. ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? അസ് ആയിരിക്കും. അപ്പം നോക്കിയേ, +3 എന്താണ്? ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നൈട്രസ്. ഓക്കെ. +5 വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് നൈട്രിക്. ഓക്കെ. ചെറിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അസ്, വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇക്ക്. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, ഇതാ Fe2+ എന്തായിരിക്കും? ഫെറസ്. Fe3+ എന്തായിരിക്കും? ഫെറിക്. ക്ലിയർ അല്ലേ സംഭവം? യെസ്. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഹൈപ്പോ നൈട്രസ് ആസിഡ്. എന്താണ് ഈ ഹൈപ്പോ? നോക്കൂ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലെസ് ഓക്സിജൻ എന്നാണ് അർത്ഥം. എത്രയാണെന്നല്ല, ലെസ് ഓക്സിജൻ എന്നാണ് അർത്ഥം. അപ്പോൾ HNO2-ൽ ലെസ് ഓക്സിജൻ ആവണമെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? പറഞ്ഞോ, എന്തായിരിക്കും? ഒരു ഓക്സിജൻ പോയി, അങ്ങനെയാണെങ്കിൽ HON എന്നുള്ള രീതിയിൽ വരും. പക്ഷേ ഇവരെന്താണ്? ഇവർ ഡൈമറൈസ് ചെയ്തിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ദ സ്ട്രക്ചർ ലുക്ക് ലൈക്ക് H2O2N2 എന്നുള്ള രീതിയിൽ നമുക്ക് സ്ട്രക്ചർ വരയ്ക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ആസിഡാണ്. അപ്പോൾ എന്ത് ചെയ്യുക? യെസ്, ഇങ്ങനെ. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് വാട്ട്? ഹൈപ്പോനൈട്രസ് ആസിഡ്. ക്ലിയർ ആണല്ലോ കാര്യങ്ങൾ? ഇവിടെ നിങ്ങൾക്ക് N+O കാണാൻ പറ്റത്തില്ല. അതൊരു എക്സെപ്ഷൻ ആയിട്ട് മനസ്സിലാക്കി വെക്കുക, കാരണം ഡൈമറൈസ് ചെയ്തൊക്കെയാണ് ഇരിക്കുന്നത്. ക്ലിയർ? യെസ്. ഇനി നൈട്രിക് ആസിഡിനെ പറ്റി പറഞ്ഞു. പക്ഷേ നൈട്രിക് ആസിഡിനെ പറയുമ്പോൾ ഇവരുടെ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നമുക്ക് പറഞ്ഞേ മതിയാവൂ അല്ലേ? ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്താണ്? പേര് പറഞ്ഞോളൂ. ഓസ്റ്റ്വാൾസ് പ്രോസസ്. ഓസ്റ്റ്വാൾസ് പ്രോസസ് ആണ്. ഓക്കെ. അപ്പോൾ ഓസ്റ്റ്വാൾസ് പ്രോസസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പ് റിയാക്ഷനാണ് ഓസ്റ്റ്വാൾസ് പ്രോസസ്. ഓസ്റ്റ്വാൾസ് പ്രോസസ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അമോണിയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്കെ. നിങ്ങളുടെ കാറ്റലിസ്റ്റ് വരുന്നത് പ്ലാറ്റിനം അല്ലെങ്കിൽ റോഡിയം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? യെസ്, NO കിട്ടുന്നു. അതേപോലെ വാട്ടർ, നൈട്രിക് ഓക്സൈഡ് കിട്ടുന്നു. ഈ നൈട്രിക് ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ബേൺ ചെയ്യുന്നു. എന്ത് കിട്ടും നമുക്ക്? NO2 കിട്ടുന്നു. ഈ NO2-നെ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, വാട്ടറിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ വിൽ സിംപ്ലി ഗെറ്റ് വാട്ട്? നമ്മുടെ HNO3. ഓക്കെ. HNO3+NO. ഈ NO എന്ത് ചെയ്യും? യെസ്, ഈ NO എന്ത് ചെയ്യും? വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഈ പ്രോസസ്സ് നടക്കും. നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണം അല്ലേ? അതായത് ആദ്യം എന്ത് ചെയ്യുന്നു? അമോണിയ ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? നൈട്രിക് ഓക്സൈഡ് കിട്ടുന്നു. വീണ്ടും അമോണിയ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പിന്നീട് കിട്ടുന്നത് എന്താണ്? നൈട്രിക് ഓക്സൈഡ് തന്നെയാണ്. ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കാറ്റലിസ്റ്റ് എന്താണ്? പ്ലാറ്റിനം അല്ലെങ്കിൽ റോഡിയമാണ് എന്നുള്ളതും ആലോചിച്ച് വെക്കുക. ഇനി നൈട്രിക് ആസിഡിനെ പറ്റി പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട് കോപ്പറും സിങ്കുമായിട്ട്. ഈസി ആയിട്ടുള്ള റിയാക്ഷനാണ്, ഞാൻ പറഞ്ഞുതരാം. മേ ബി ചോദിച്ചേക്കാം. നൈട്രിക് ആസിഡ്, ഡൈല്യൂട്ട് നൈട്രിക് ആസിഡാണ് നമ്മൾ എടുക്കുന്നത് എന്ന് വിചാരിക്കുക. എന്താണ്? ഡൈല്യൂട്ട് നൈട്രിക് ആസിഡാണ് എടുക്കുന്നത്. കോപ്പറുമായി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കോപ്പർ നൈട്രേറ്റ് കിട്ടും. CuNO3 ട്വൈസ് നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് എന്ത് കിട്ടും? NO. എന്ത് കിട്ടും? യെസ്, NO കിട്ടും. ഓഫ് കോഴ്സ് വാട്ടർ ഇവിടെ ഉണ്ടാവും. ഡോണ്ട് കെയർ അബൌട്ട് ദിസ്. ഓക്കെ. എന്ത് കിട്ടും നമുക്ക്? യെസ്, നമുക്ക് നൈട്രിക് ഓക്സൈഡ് നമുക്ക് കിട്ടും. അതായത് ഇനി ഇവിടെ നോക്കിക്കോളെ, ഇവിടെ HNO3 ഞാൻ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റഡ് എടുക്കുന്നു. അപ്പോൾ കോപ്പറുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? CuNO3 ട്വൈസ് കിട്ടും. ആൻഡ് വി വിൽ ഗെറ്റ് നൈട്രജൻ ഡയോക്സൈഡ്. വി വിൽ ഗെറ്റ് വാട്ട്? യെസ്, നൈട്രജൻ ഡയോക്സൈഡ്. ഓക്കെ. ഇനി വാട്ടറിനെ ഞാൻ എന്ത് ചെയ്യാം? യെല്ലോയിൽ തന്നെ എഴുതാം. അപ്പം നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാവും. H2O. ഓക്കെ. ഓൾറൈറ്റ്. അപ്പോൾ നിങ്ങൾ ഇത്ര ആലോചിക്കുക. കോൺസെൻട്രേറ്റഡ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +4. ഇവിടെ എത്രയാണ്? +2. ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുക. സിമിലർ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നിങ്ങൾ സിങ്കിനോടൊപ്പവും നിങ്ങൾ കാണുക. നോക്കിക്കോളൂ, സിങ്ക് ആണെങ്കിൽ നോക്കിക്കോളെ. യെസ്, HNO3 എന്ത് ചെയ്യുന്നു? യെസ്, ഞാൻ ഡൈല്യൂട്ട് എടുക്കുന്നു, സിങ്കുമായി റിയാക്ട് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു? യെസ്, സിങ്ക് നൈട്രേറ്റും
അതേപോലെ ഇവിടെ N2O ആണ് കിട്ടുക. എന്താണ്? N2O. വിൽ ഗെറ്റ് ലാഫിംഗ് ഗ്യാസ് N2O. ഓക്കെ, ഇനി ഇവിടെ HNO3യെ കോൺസെൻട്രേറ്റഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, സിങ്ക് നൈട്രേറ്റും അതേപോലെ NO2 നൈട്രജൻ ഡയോക്സൈഡുമാണ് നമുക്ക് കിട്ടുക. വാട്ട് വി വിൽ ഗെറ്റ് ഇസ് നൈട്രജൻ ഡയോക്സൈഡ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കോൺസെൻട്രേറ്റഡ് ആണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് NO2 കിട്ടും. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? NOയും ഇവിടെ ഡൈലൂട്ട് ആണെങ്കിൽ N2O ആയിരിക്കും കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കാം, മേ ബി ചോദിച്ചേക്കാം. യെസ്, ഇനി ബ്രൗൺ റിംഗ് ടെസ്റ്റ്, ഇതും ചോദിച്ചേക്കാം. എന്താണ് ഈ എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഞാൻ ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. എന്തെടുക്കുക? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഇത് ആരുടെ ഡിറ്റക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഫോർ ദി നൈട്രേറ്റ്. യെസ്, ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്. ഓക്കെ, അപ്പോൾ നൈട്രേറ്റ് അയോൺ, ടെസ്റ്റ് ഫോർ നൈട്രേറ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വേണം? നൈട്രേറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ നൈട്രേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? FeSO4. FeSO4 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ എന്ത് എഴുതും? Fe2+. ഓക്കെ, ഈ Fe2+ നമ്മൾ കൊടുക്കുകയാണ്, FeSO4. അതേപോലെ നമ്മൾ എന്തും കൊടുക്കുകയാണ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് എഴുതുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ മെക്കാനിസത്തിലൊക്കെ നിങ്ങൾ H+ എന്നേ കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ NO3- നോക്കിക്കോളെ, ഈ Fe2+ എന്ത് ചെയ്യും? ഈ NO3- എന്ത് ചെയ്യും? യെസ്, കൺവേർട്ട് ചെയ്തിട്ട് എവിടത്തേക്ക് കൺവേർട്ട് ചെയ്യും? നൈട്രിക് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ Fe2+ എന്തിലേക്ക് കൺവേർട്ട് ആവും? Fe3+. അതായത് ഇയാൾ എന്ത് ചെയ്യാണ്? ഇവരെ റെഡ്യൂസ് ചെയ്യാണ്. NO3- എന്ത് ചെയ്യാണ്? നോക്കൂ, Fe2+ എന്താവുന്നു? യെസ്, Fe3+ ആയിട്ട് ഓക്സിഡൈസ് ആവുന്നു. കാരണം ഇത് +5 ആണ്, ഇതെന്താണ്? +2 ആണ്. വിച്ച് മീൻസ് നൈട്രേറ്റ് ഗെറ്റ് റെഡ്യൂസ് ടു വാട്ട്? NO. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കോളെ, അതായത് Fe2+ ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. ഈ Fe2+ എന്ത് ചെയ്യും? H2O6 എന്നുള്ള രീതിയിൽ കോർഡിനേഷൻ കോംപ്ലക്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. Fe എന്ത് ചെയ്യും? H2O6 എന്ന് പറയുന്ന രീതിയിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കും. അതേപോലെ ഈ Fe2+ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ നൈട്രേറ്റിനെ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ H2O6 NO നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഉണ്ടായിരിക്കുന്ന NO ഇവരെന്ത് ചെയ്യും? ഇതാ ഒരു വാട്ടറിനെ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്തുകൊണ്ട് NO ഇവിടെ വന്ന് ഇരിക്കും. ഓക്കെ, അത്ര മാത്രമേ നടക്കുന്നുള്ളൂ. ഇതാണ് ബ്രൗൺ റിംഗ്. ബ്രൗൺ റിങ്ങിൻ്റെ ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നൈട്രേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി എബിലിറ്റി ഓഫ് Fe2+ ടു റെഡ്യൂസ് നൈട്രേറ്റ്സ് ടു നൈട്രിക് ഓക്സൈഡ് പറഞ്ഞതാണ്. വിച്ച് റിയാക്ട് വിത്ത് Fe2+ ടു ഫോം എ ബ്രൗൺ കളേർഡ് കോംപ്ലക്സ്. ഇതാണ് ബ്രൗൺ കളേർഡ് കോംപ്ലക്സ്. ഇതിൻ്റെ ഫോർമുല ചോദിക്കും. FeH2O5NO2+. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നിങ്ങൾ പഠിച്ചതാണ്. നെയിം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എഴുതിക്കോളൂ. ഓക്കെ, ഇനി ദ ടെസ്റ്റ് ഈസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് ബൈ ആഡിങ് വാട്ടർ ഡൈല്യൂട്ട് ferrous sulfate Fe2+ to an aqueous solution containing nitrate ion, then carefully adding concentrated H2SO4 along the side of test tube. A brown ring at the interface between the solution and sulfuric acid layer indicates the presence of nitrate ion. Clear ആണല്ലോ? യെസ്, എന്ത് ചെയ്യുന്നു? ദാ നൈട്രേറ്റ് അയോൺ ഉണ്ട്, FeSO4 H+ വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു ബ്രൗൺ കളേർഡ് കോംപ്ലക്സ് കിട്ടുന്നു. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? നൈട്രേറ്റ് അയോണിൻ്റെ പ്രസൻസ്. യെസ്, ഇനി എന്താണ്? ഓക്സോ ആസിഡ്സ് ഓഫ് ഫോസ്ഫറസ്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നോ? എത്ര POH ബോണ്ട് ഉണ്ട്, എത്ര PH ബോണ്ട് ഉണ്ട്, എത്ര PO ബോണ്ട് ഉണ്ട്. നെക്സ്റ്റ് ഇമ്പോസിബിൾ ആണ് നിങ്ങളിത് മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നോക്കൂ, ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോസ്ഫോറസ് ആസിഡും ഫോസ്ഫോറിക് ആസിഡും. നോക്കിക്കോളെ, എന്താ പറയുന്നത്? ആദ്യം നമുക്ക് ഫോസ്ഫോറസും ഫോസ്ഫോറിക് ആസിഡും എന്താണെന്ന് മനസ്സിലാക്കണം. ഫോസ്ഫോറസ് ആസിഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ് എന്ന് നമ്മൾ വിളിക്കും. ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. H3PO3 ആണ്. ഇനി ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് ആണെങ്കിൽ എന്താണ്?
ഓർത്തോഫോസ്ഫോറിക് ആസിഡ്. ഓർത്തോഫോസ്ഫോറിക് ആസിഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു അസും ഇക്കും. അപ്പോൾ ഗ്രേറ്റർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർക്കായിരിക്കും? ഇക്കിനായിരിക്കും. അപ്പോൾ ഇവരുടെ മോളിക്കുലർ ഫോർമുല H3PO4 ആണ്. H3PO4 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +5 ആണ്. ഇനി ഇത് വരുമ്പോൾ എത്രയാണ്? യെസ്, ദിസ് ഇസ് +3. അപ്പോൾ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. അസ് ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ആദ്യം ഒന്ന് വരച്ച് നോക്കാം. അതായത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇത് മാത്രമാണ്. ഇപ്പം ഞാൻ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? ഇത് മാത്രം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു പേരെന്താ? ഫോസ്ഫോണിക് ആസിഡ്. എന്താണ്? ഫോസ്ഫോണിക് ആസിഡ്. ഫോസ്ഫോണിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം നമ്മൾ ഓക്സോ ആസിഡ് ആണെങ്കിൽ ഒരു ഫോസ്ഫറസ് വരക്കുക, ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ കൊടുക്കുക. ഓക്കെ, പിന്നീട് ഞാൻ പറഞ്ഞായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു OH ബോണ്ടെങ്കിലും വേണം. ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്സോ ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഓയും ഒരു സിംഗിൾ ബോണ്ട് OHും വേണം. അങ്ങനെയാകുമ്പോൾ ഇതെന്തായി? ഒരു P ആയി, 2 ഓക്സിജനായി, പിന്നെന്താണ്? ഒരു ഹൈഡ്രജനെ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? യെസ്, ഇവിടെ ഇതാ ഇങ്ങനെ. ഇപ്പം എത്ര ഓക്സിജനായി? 3 ഓക്സിജനായി അല്ലേ? ഓക്സിജൻ്റെ കാര്യം നമ്മൾ തീർത്തു. അതേപോലെ ഹൈഡ്രജൻ നോക്കി, എത്ര ഹൈഡ്രജനായി? 2 ഹൈഡ്രജൻ. അപ്പോൾ എന്തായിരിക്കും? ഒരു ഹൈഡ്രജനും കൂടെ വേണം. യെസ്, ഇങ്ങനെ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. ആൻഡ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഫോസ്ഫറസിന് എത്ര ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും? 5 ബോണ്ടാണ് ഫോം ചെയ്യാൻ പറ്റുക. ഇതും കൂടെ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ നോക്കിയേ, ഇതാ ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് എത്ര POH ബോണ്ടാണ്? 2 POH ബോണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, 2 POH ബോണ്ട്. നമ്മുടെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ 2 POH ബോണ്ട്, ഒരു PO ബോണ്ട്, ഒരു PH ബോണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഇതേപോലെ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് എന്തായിരിക്കും? H3PO4 എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതാ ഫോസ്ഫറസ് വരയ്ക്കുന്നു, ഡബിൾ ബോണ്ട് ഓക്സിജൻ വരയ്ക്കുന്നു, പിന്നെന്താണ്? ഇതാ ഒരു OH വരയ്ക്കുന്നു. എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 3 ഹൈഡ്രജൻസ് ഉണ്ട്, 4 ഓക്സിജൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതാ OH 3 ഓക്സിജൻ ആണ് അല്ലേ? അപ്പോൾ ഇതാ യെസ്. അപ്പോൾ 3 ഹൈഡ്രജൻസ്, 4 ഓക്സിജൻ, ഒരു ഫോസ്ഫറസ്. അപ്പോൾ എത്ര POH ബോണ്ടാണ്? യെസ്, 3 POH ബോണ്ടാണ്, ഒരു P ഡബിൾ ബോണ്ട് O ആണ്. ക്ലിയർ? യെസ്. സോ നോക്കിക്കോളൂ, ഇതാ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് +5 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ പറഞ്ഞു എത്ര POH ബോണ്ട് ഉണ്ട്? യെസ്, 3 POH ബോണ്ട് ഉണ്ട്, ഒരു PO ബോണ്ട് ഉണ്ട്. ഇനി നമുക്ക് ഫോസ്ഫോറസ് ആസിഡിലേക്ക് തന്നെ വരാം. ഫോസ്ഫോറസ് ആസിഡിൽ ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ് നോക്കിക്കോളെ. ഫോസ്ഫോറിക് ആസിഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഫോസ്ഫോറസ് ആസിഡിൻ്റെ കുറച്ച് വേരിയേഷൻസ്. ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ് എന്താണ്? H3PO3 ആണ് ഫോസ്ഫോറസ് ആസിഡ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓക്സിജൻ കുറവ് എന്തായിരിക്കും? H3PO2. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആലോചിക്കുക, ഫോസ്ഫറസിന് 5 ബോണ്ടാണ്, ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ വേണമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ഒരു OH ഇട്ടോളൂ. യെസ്, എന്താണ്? 2 ഓക്സിജൻ കഴിഞ്ഞു. ഇനി എന്താണ്? എന്നിട്ടും 2 ഹൈഡ്രജൻസ് ബാക്കിയുണ്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ 2 ഹൈഡ്രജൻ കൂടെ അങ്ങ് ആഡ് ചെയ്തേക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഇതിൻ്റെ ബേസിസിറ്റി, അതായത് മോണോ ബേസിക് ആണോ ഡൈ ബേസിക് ആണോ എന്ന് ചോദിക്കും. എന്താണ് ഈ ബേസിക് എന്ന് പറഞ്ഞാൽ? അതായത് എത്ര ഹൈഡ്രജനെ വിട്ടുകൊടുക്കും എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, ഈ OHലുള്ള ഹൈഡ്രജൻസ് ആണ് വിട്ടുകൊടുക്കുക. അപ്പോൾ ഓർത്തോ ഫോസ്ഫറസ് ആസിഡ് എന്താണ്? ഡൈ ബേസിക് ആസിഡ് ആണ്. ദിസ് ഇസ് ഡൈ ബേസിക്. ഇനി ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 2 3 എന്തായിരിക്കും? ട്രൈ ബേസിക് ആസിഡ് ആയിരിക്കും. ദേ ആർ ട്രൈ ബേസിക് ആസിഡ്. 3 H+ വിട്ടുകൊടുക്കും. നോക്കുക, OHുമായിട്ട് കണക്ട് ചെയ്യുന്ന ഹൈഡ്രജൻസ് ആണ് വിട്ടുകൊടുക്കുക. ഡയറക്റ്റ് H കണക്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻസ് എന്ത് ചെയ്യില്ല? വിട്ടുകൊടുക്കത്തില്ല. യെസ്. അപ്പോൾ ഹൈപ്പോ ഫോസ്ഫറസ് ആസിഡ് ഇസ് എ മോണോബേസിക് ആസിഡ്. ആൻഡ് നിങ്ങൾ നോക്കൂ, യെസ്, ദിസ് ഇസ് ദി മോണോബേസിക് ആസിഡ്. ഇനി പക്ഷേ നിങ്ങളോട് ചോദിക്കും, ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? യെസ്, ഇത് +4, ഇത് എത്രയായിരിക്കും? +1 ആണല്ലേ? +1. ക്ലിയർ? അപ്പോൾ +1ൽ നിന്ന് ഇതിന് എവിടം വരെ പോകാം? +5ലേക്ക് വരെ പോകാം. അതായത് ഇവർക്ക് ഓക്സിഡേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +1. ഇറ്റ് ക്യാൻ ഗോ അപ് ടു ആൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് വോട്ട്? +5. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഓക്സിഡേഷൻ നടക്കുമെങ്കിൽ ഇവരെന്തായിരിക്കും? ദേ ആക്ട് ആസ് വോട്ട്?
ദേ ആക്ട് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്സ്. അതായത് എത്രത്തോളം പി എച്ച് ബോണ്ട് ഉണ്ടോ, ദ ഗ്രേറ്റർ നമ്പർ ഓഫ് പി എച്ച് ബോണ്ട്, ഇവരെന്തായിട്ട് ആക്ട് ചെയ്യും? യെസ്, ദേ വിൽ ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ഇവർ ആക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത് +1 ആണ്, ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ എത്ര പി ഒ എച്ച് ബോണ്ടാണ്? ഒരു പി ഒ എച്ച് ബോണ്ടാണ്, 2 പി എച്ച് ബോണ്ട് ഉണ്ട്. ക്ലിയർ അല്ലേ? യെസ്, 1 പി ഒ എച്ച് 2 പി ഒ എച്ച് 2 പി എച്ച്. ക്ലിയർ? ഓക്കെ. ഇനി എന്താ? പൈറോഫോസ്ഫോറസ് ആസിഡ്. പൈറോഫോസ്ഫോറസ് ആസിഡ് ഒന്ന് നോക്കാം നമുക്ക്. എന്താ ഈ പൈറോഫോസ്ഫോറസ് ആസിഡ് അല്ലേ? ഈ പൈറോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? പൈറോഫോസ്ഫോറസ് ആസിഡ്, പൈറോ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ഹീറ്റ്. പൈറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റുമായി റിലേറ്റഡ് ആയിരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? H3PO2 എന്തായിരുന്നു? H3PO3 ആണ് നമ്മുടെ ഫോസ്ഫോറസ് ആസിഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ ഡബിൾ ചെയ്യുക. യു ഡബിൾ ഇറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട്? H6P2O6. എന്നിട്ട് ഓഫ് കോഴ്സ് നിങ്ങൾ ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വി വിൽ ഗെറ്റ് വാട്ട്? H4P2O5. H4P2O5. ഇനി ഇവരുടെ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞതുപോലെ പി ഡബിൾ ബോണ്ട് O വരച്ചോളൂ. 2 ഉണ്ട്. സിമ്മട്രിക്കലായി വരക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. എന്ത് വരക്കണം? സിമ്മട്രിക്കൽ. യെസ്. അപ്പോൾ ഇതാ എത്ര ഓക്സിജനായി? 1 2 3 4 ഓക്സിജനായി. സിമ്മട്രിക്കൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ഓക്സിജൻ എന്ത് ചെയ്യുക? യെസ്, സെൻറ്ററിൽ നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? യെസ്, 2 ഹൈഡ്രജൻ കൂടെയുണ്ട്. ഈ 2 ഹൈഡ്രജനെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. യെസ്, നിങ്ങളുടെ കാര്യം കഴിഞ്ഞു. യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 2 പി എച്ച് ബോണ്ട് ഉണ്ട്, 2 പി ഒ എച്ച് ബോണ്ട് ഉണ്ട്. ശരിയാണോ ഈ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഇതാ 2 പി ഒ എച്ച് 2 പി എച്ച് 2 പി യു. ക്ലിയർ ആണല്ലോ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? യെസ്, നമ്മൾ 3 4 എണ്ണം പഠിച്ചു. ക്ലിയർ അല്ലേ? ഇനി ഫോസ്ഫോറിക് ആസിഡ് നമ്മൾ പഠിച്ചായിരുന്നു. ഫോസ്ഫോറിക് ആസിഡ്. ഇനി നമ്മൾ എന്ത് പഠിക്കാൻ പോവാണ്? പൈറോഫോസ്ഫോറിക് ആസിഡ് പഠിക്കാൻ പോവാണ്. എന്താണ്? പൈറോഫോസ്ഫോറിക് ആസിഡ്. യെസ്, പൈറോഫോസ്ഫോറിക് ആസിഡ്. അപ്പം ഞാൻ പറഞ്ഞു ഫോസ്ഫോറിക് ആസിഡിനെ എന്ത് ചെയ്യണം? ആദ്യം ഡബിൾ ചെയ്യണം. നമ്മൾ ഫോസ്ഫോറസ് ആസിഡിൽ എന്താണോ ചെയ്തത് അതേപോലെ. H3PO4 ആണ് ഫോസ്ഫോറിക് ആസിഡ്. ഇതിനെ ഡബിൾ ചെയ്യുക. ഡബിൾ ചെയ്തോ, എന്ത് കിട്ടും? H2P2O8 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? വാട്ടർ അങ്ങ് എലിമിനേറ്റ് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? H4P2O6 എന്ന് കിട്ടത്തില്ലേ? യെസ്, ദാറ്റ്സ് എ പൈറോ. ദ മീനിങ് ഓഫ് പൈറോ ഈസ് വാട്ട്? സംതിങ് റിലേറ്റഡ് ടു ഹീറ്റ്. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ എന്താണ്? H4P2O6 ആണ്. ഓക്കെ, സോറി, നോട്ട് O6. എന്തായിരിക്കും? യെസ്, ഇറ്റ് ഷുഡ് ബി യെസ് O7. H4P2O7. അപ്പോൾ സിമെട്രിക്കലി സ്ട്രക്ചർ വരച്ച് നോക്കാം നമുക്ക്. പി ഡബിൾ ബോണ്ട് O. ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു OH ഞാൻ ഇവിടെ കൊടുക്കുന്നു. എത്ര ഓക്സിജനായി? 1 2 3 4. ഇനി എന്താണ്? ഇതാ ഇതേപോലെ OH എത്രയായി? യെസ്, 3 3 6ആയി. എന്ത് ചെയ്യുക? ഒരു ഓക്സിജൻ ഇവിടെയും കൊടുക്കുക. അപ്പോൾ എത്ര പി ഒ എച്ച് ബോണ്ടാണ്? 4 പി ഒ എച്ച് ബോണ്ടാണ്. ഒരു പി ഒ പി ബോണ്ട് ഉണ്ട്. ഒന്ന് നമുക്ക് തിരിച്ചിവിടെ വന്ന് നോക്കാം. നോക്കിയേ, യെസ്, പൈറോ ആണ് നോക്കുന്നത് കേട്ടോ. 4 പി ഒ എച്ച് ബോണ്ട്, 2 പി ഡബിൾ ബോണ്ടോ, 1 പി ഒ പി. ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താണ്? ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് എന്താണ്? ലെസ് ഓക്സിജൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, യെസ്, കൻ ഐ റിമൂവ് ദിസ് നൗ? ഇതൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്യാണ്. നോക്കൂ, ഇവിടെ ഓർത്തോ ഫോസ്ഫറസ് ആസിഡിൽ നിന്നാണ് H3PO2. ഓക്കെ, ഇവിടെ നിന്നാണ് ഒരു ഓക്സിജൻ കുറവ്. അപ്പോൾ നമ്മൾ എന്ത് വിളിച്ചു? ഹൈപ്പോഫോസ്ഫോറസ് ആസിഡ്. അപ്പോൾ നമ്മുടെ ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് H3PO4 ആണ്. അപ്പോൾ ഹൈപ്പോഫോസ്ഫോറിക് നിങ്ങൾ വിചാരിക്കും H3PO3 ആണ്. അല്ല, എന്താണ്? നമ്മുടെ ഈ പൈറോഫോസ്ഫോറിക് ആസിഡ് ഇല്ലേ, H4P2O7, ഇതിൽ നിന്ന് ഒരു ഓക്സിജൻ കുറവ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോഫോസ്ഫോറിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. അതായത് പൈറോ നമ്മളിപ്പോൾ കണ്ടു. എന്താണ്? യെസ്, വാട്ട് ഈസ് പൈറോ?
പൈറോ നമ്മളിപ്പോൾ കണ്ടു എന്താണ് H4P2O7. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോ ഇവിടെ നിന്ന് എന്തായിരിക്കും 1 കുറവ്. അപ്പോൾ എന്തായിരിക്കും H4P2O6. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമ്മട്രിക്കലി നമുക്ക് വരച്ച് നോക്കാം. ഇതാ പി ഡബിൾ ബോണ്ട് ഒ, പി ഡബിൾ ബോണ്ട് ഒ, OH OH. ഓക്കെ, എത്ര ഓക്സിജനായി? 2 4. ഇനി എന്ത് ചെയ്യുക, ഇതാ OH OH H4 ഇതാ, എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. സംഭവം കഴിഞ്ഞു. എത്ര നോക്കൂ, ബോണ്ടിങ് ഒക്കെ നോക്കൂ. ഇതാ 4 POH ബോണ്ട്, 2 PO, 1 PP. ക്ലിയർ ആണല്ലോ? യെസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ മെറ്റാഫോസ്ഫോറിക് ആസിഡ്. ദ ലാസ്റ്റ് വൺ ഈസ് മെറ്റാഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ മെറ്റാഫോസ്ഫോറിക് ആസിഡ് എന്താണ്? ഇവരുടെ സ്ട്രക്ചർ വരുന്നത് HPO3 N എന്നുള്ള രീതിയിലാണ്. ഇനി ഇവിടെ ഇപ്പോൾ N=3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ എന്തായിരിക്കും? യെസ്, ഇറ്റ് വിൽ ബി H3P3O9 എന്നുള്ള രീതിയിൽ നമുക്ക് വരും. അപ്പോൾ സിംപ്ലി 3 ഫോസ്ഫറസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. 3 ഫോസ്ഫറസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതാ എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യുക? OH ഇങ്ങനെ കണക്ട് ചെയ്യുക. പി ഡബിൾ ബോണ്ടോ OH എന്നുള്ള രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, യെസ്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെയും ഓക്സിജൻ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് എണ്ണി നോക്കിയേ. 1 2 3. ഓക്സിജൻ എത്രയാണ്? സോറി, ഫോസ്ഫറസ് എത്രയാണ്? 3 ആണ്. ഹൈഡ്രജൻ 1 2 3 ആണ്. ഓക്സിജൻ എത്രയാണ്? 9 ആണ്. നോക്കിയേ, 1 2 3 4 5 6 7 8 9. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിൻ്റെ പേരെന്താ? ട്രൈസൈക്ലോ മെറ്റാഫോസ്ഫോറിക് ആസിഡ്. ഓക്കെ, എന്താ ഇക്കെന്ന് വിളിക്കുന്നത്? കാരണം ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +5. കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? സിമ്പിളാണ്. നമ്മളെല്ലാ ഓക്സോ ആസിഡും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിളായിട്ട് സ്ട്രക്ചർ വരയ്ക്കാനും നമ്മൾ പറഞ്ഞു. എന്തൊക്കെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഡൈബേസിക് റിഡ്യൂസിങ് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞായിരുന്നു. ഇതാണ് നിങ്ങളോട് ചോദിക്കുക. ഫോസ്ഫീനിക് ആസിഡ് ഈസ് എ ഗുഡ് റിഡ്യൂസിങ് ഏജൻറ്റ്. ഓക്കെ, എന്തുകൊണ്ടാണ്? യെസ്, ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ദേ ക്യാൻ ഗോ അപ് ടു +5. ഓക്സിഡേഷൻ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരെന്തായിരിക്കും? റിഡ്യൂസിങ് ഏജൻറ്റ്. അസിഡിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പൈറോ, ഹൈപ്പോ എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതേപോലെയാണ് നിങ്ങൾക്ക് എന്ത്? സൾഫറിൻ്റെ ഓക്സോ ആസിഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? സൾഫറിൻ്റെ ഓക്സോ ആസിഡ്സ് ഒക്കെ നിങ്ങൾക്ക് കൂളായിട്ട് വരയ്ക്കാൻ പറ്റും. നോക്കൂ, H2SO3. എന്താണ് H2SO3? സൾഫ്യൂറസ് ആസിഡ്. നമുക്കറിയാവുന്ന ഒരാൾ. യെസ്, സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാവുന്ന ആളാണ്. സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ആദ്യം ഞാൻ സൾഫ്യൂരിക് ആസിഡിൻ്റെ സ്ട്രക്ചർ പറയട്ടെ. യെസ്, പറഞ്ഞോളൂ. H2SO4 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? യെസ്, ഇതിങ്ങനെയായിരിക്കും അല്ലേ? എസ് ഡബിൾ ബോണ്ട് O OH എന്നുള്ള രീതിയിൽ എനിക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, നോക്കിയേ, H2SO4ൻ്റെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +6 ആണ്. എത്രയാണ്? +6. ഇതാ സിംപ്ലി ഇതാ, മേ ബി ഞാൻ സ്പീഡായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതാ എന്താ പറഞ്ഞിരിക്കുന്നത്? സൾഫർ അല്ലേ? ഓക്സോ ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ബോണ്ടോ എന്തായിരിക്കും? ഒരു OH. പിന്നെയും എന്താണ്? 2 H ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു OH. ഇവിടെ എന്ത് ചെയ്യുക? നമുക്കറിയാം, ദിസ് ഇസ് ഡൈബേസിക്. നൗ സൾഫ്യൂറസ് ആസിഡ് ഒന്ന് നോക്കിയാലോ? ഇത് നോക്കിയേ നിങ്ങൾ. യെസ്, ദിസ് ഇസ് +4. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? സൾഫ്യൂറസ് ആസിഡ്. എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +4 ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? സിംപ്ലി സൾഫ്യൂറസ് ആസിഡ് എങ്ങനെ വരയ്ക്കാം? ഇതാ H2SO3 ആണല്ലേ? അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ നോക്കിയേ. S ഡബിൾ ബോണ്ട് O, പിന്നെ എന്തായിരിക്കും? ഒരു OHും കൂടെ വേണം. വീണ്ടും എന്താണ്? ഒരു ഓക്സിജനും ഉണ്ട്, ഒരു Hഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കി ഇങ്ങനെ വരും. ആൻഡ് വി വിൽ ഹാവ് വാട്ട്? 1 ലോൺ പെയർ ആസ് വെൽ. ഓക്കെ, കാരണം സൾഫറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വാട്ട്? ഡൈബേസിക് ആസിഡ് ആണ്. ഓൾ റൈറ്റ്, ഇനി നോക്കിക്കോളൂ. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള H2SO5. ഇതിൻ്റെ പേരെന്താണ്? പെറോക്സോ മോണോ സൾഫ്യൂരിക് ആസിഡ്. ഇത് ഞാൻ പറയാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. യെസ്, H2SO5. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? കാരോസ് ആസിഡ്. നമ്മളോട് ചോദിക്കും, കാരോസ് ആസിഡ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണ്? പെറോക്സോ മോണോ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. യെസ്,
സൾഫ്യൂരിക് ആസിഡിനെ പോലെ തന്നെ അല്ലേ, H2SO4 ആണല്ലോ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ എന്ത് വേണം, ഇതാ ഒരു O എക്സ്ട്രാ വേണം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെറോക്സോ എന്ന് വിളിക്കുന്നത്, പെറോക്സോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, H2 ആയല്ലോ, ഒരു S ഉണ്ട് അല്ലേ, ബാക്കി എത്ര ഓക്സിജൻ ഉണ്ട്, 1 2 3 4 5. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാരോസ് ആസിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. യെസ്. ഇനി എന്താണ് H2S2O8. ഇതിൻ്റെ പേരാണ് മാർഷൽസ് ആസിഡ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് വാട്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. കാരോസ് ആസിഡ്, മാർഷൽസ് ആസിഡ് ഒന്ന് നോക്കി നോക്കാം. എന്താണ് H2S2O8. ഓക്കെ, എന്താണ് മാർഷൽസ് ആസിഡ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, ഇവിടെ POH ബോണ്ടും PO ബോണ്ടൊക്കെ SOH ബോണ്ടും അതേപോലെ S+O ഒക്കെ എത്രയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നോക്കൂ, സിമെട്രിക്കലി എഴുതിയാൽ മതി. എസ് ഇങ്ങനെ, ഇതായിരിക്കും ഇങ്ങനെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഞാനിങ്ങനെ എഴുതിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ പോലെ തന്നെ ഇല്ലേ, ഇവിടെ OH ആണെങ്കിൽ എന്തായിരിക്കും, സൾഫ്യൂരിക് ആസിഡ് ആയനെ. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, ആ എച്ചിനെ അങ്ങ് മാറ്റിയിട്ട് ഞാനിവിടെ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര സൾഫർ ഉണ്ട്, 2 സൾഫർ ഓൾറെഡി ഉണ്ട്. ഓക്സിജൻ ഒന്ന് നോക്കി, 1 2 3 4 5 6 7 ആൻഡ് 8. എത്ര ഹൈഡ്രജനാണ്, 2 ഹൈഡ്രജനാണ്. അപ്പോൾ ഇതിൻ്റെ പേര് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. എന്താണ്, ഇതാ ഇതിനെയാണ് പെറോക്സോ ലിങ്കേജ് എന്ന് പറയുന്നത്. പെറോക്സോ എത്ര സൾഫ്യൂരിക് ആണ്, ഡൈസൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ മാർഷൽസ് ആസിഡ്. സിമ്പിൾ ആണല്ലോ. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. H2S2O7 എന്താണ്, ഒലിയം. വാട്ട് ഇസ് ഇറ്റ്, ഒലിയം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം, ഇതാ S+O OH O S+O OH. എത്രയായി, 3 3 6 1 7. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് വാട്ട്, ഒലിയം. ഒലിയം നമ്മൾ കാണും. സൾഫ്യൂരിക് ആസിഡിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അത് ഞാൻ പറഞ്ഞിട്ടില്ല, കോൺടാക്റ്റ് പ്രോസസ്സ്, അവിടെ നമുക്ക് ഒലിയത്തിനെ കാണാൻ പറ്റും. ഓൾറൈറ്റ്, ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്, ഓക്സോ ആസിഡ്സിൽ ഒലിയം നമ്മൾ പറഞ്ഞു, ഒലിയം. നൗ റിമൈനിങ് ആയിട്ടുള്ളത് ഇതെന്താണ്, തയോസൾഫ്യൂരിക് ആസിഡ്. എന്താണ്, തയോസൾഫ്യൂരിക് ആസിഡ്. H2S2O3. സിമ്പിളാണ്, നോക്കിക്കോളെ എന്താണെന്ന്. H2 എന്താ പറഞ്ഞിരിക്കുന്നത്, H2S2O3, തയോസൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എന്താണ്, സൾഫർ, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് തന്നെ നമ്മൾ വരയ്ക്കാം. ദിസ് ഇസ് ദി സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഓക്സിജനെ മാറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്യുക, നമ്മുടെ സൾഫർ കൊടുക്കുക. അപ്പോൾ എന്തായി, 2H ആയി, 3 ഓക്സിജനായി, 2 സൾഫറായി. ദിസ് ഇസ് തയോസൾഫ്യൂരിക് ആസിഡ്. ഇനി ലാസ്റ്റ് വൺ എന്താണ്, ഡൈതയോണിക് ആസിഡ്. ഇവിടെ ദിസ് ഇസ് കോൾഡ് ഡൈതയോണിക് ആസിഡ്. തയോണിക്, ഈ സൾഫറിനെയാണ് തയോ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ, H2S2O6. അതിനെ കൂടെ നമുക്കൊന്ന് വരച്ച് നോക്കാം. H2S2O6 ഡൈതയോണിക് ആസിഡ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇതാ 2 സൾഫർ വരയ്ക്കുക, ഒരു ഡബിൾ ബോണ്ട് O, ഒരു OH, നിർബന്ധമായിട്ടുള്ള കാര്യം. ഓക്കെ, സിമെട്രിക്കലായി വരക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ H2 അതിൻ്റെ പ്രശ്നം കഴിഞ്ഞു, S2 കഴിഞ്ഞു. ഇനി എന്താണ്, ഇതാ ഇവിടെ 4 ഓക്സിജനായി, പിന്നെ എന്തായിരിക്കും, ഇവിടെ 2 ഡബിൾ ബോണ്ട് ഓക്സിജൻ, സിമെട്രിക്കലായി വരക്കുക. ദിസ് ഇസ് എ ഡൈതയോണിക് ആസിഡ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. നോക്കൂ, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ്. കാരോസ് ആസിഡ്, മാർഷൽസ് ആസിഡ് ഒക്കെ ആലോചിച്ച് വെക്കുക. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനെ പറ്റി പറയണം, അല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. വാട്ട് ഇസ് ഇറ്റ്, കോൺടാക്ട് പ്രോസസ്സ്. ഓക്കെ, എന്താണ് കോൺടാക്ട് പ്രോസസ്സ്, നിങ്ങൾ എന്ത് ചെയ്യുക, സൾഫർ എടുക്കുക, ഓക്സിജനുമായി ട്രീറ്റ് ചെയ്യുക, എന്ത് കിട്ടും നിങ്ങൾക്ക്, SO2 കിട്ടും. ഇനി ഈ SO2യെ വീണ്ടും നിങ്ങൾ ഓക്സിജനിൽ ബേൺ ചെയ്യുക, നിങ്ങൾക്ക് എന്ത് കിട്ടും, SO3.
ഓക്കെ. ആൻഡ് ഇവിടെ ഒരു കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് V2O5. എന്താണ്? വനേഡിയം പെൻറ്റോക്സൈഡ്. വനേഡിയം പെൻറ്റോക്സൈഡ്. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? ഈ SO3യിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് H2SO4 പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, കൊടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഒലിയം. H2S2O7 നമ്മൾ കണ്ടിട്ടുള്ള ഒലിയത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. ഇനി ഈ H2S2O7ൽ നമ്മൾ എന്ത് ചെയ്യുക? വാട്ടർ കൊടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് സൾഫ്യൂരിക് ആസിഡ്, വിച്ച് ഇസ് ആക്ച്വലി വെരി പ്യുവർ. ഓക്കെ, ഇൻഡസ്ട്രിയൽ മെത്തേഡാണ്. 96-98% എന്താണ്? പ്യുവർ സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സൾഫർ ഓക്സിജനിൽ ബേൺ ചെയ്യുന്നു, SO2. അടുത്തത് കാറ്റലിറ്റിക് സ്റ്റെപ്പാണ്. കാറ്റലിസ്റ്റ് എന്താണ്? വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. യെസ്, SO3യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഒലിയം പ്രിപ്പയർ ചെയ്യുന്നു, ഹൈഡ്രോളിസിസ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് കിട്ടുന്നു, വിച്ച് ഇസ് 96-98% പ്യുവർ. ക്ലിയർ? നൗ കംസ് ഓക്സോ ആസിഡ്സ് ഓഫ് ഹാലജൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇത് ഫ്ലൂറിൻ്റെതാണ്, ഇത് ക്ലോറിൻ, ഇത് ബ്രോമിൻ, ആൻഡ് ദിസ് ഇസ് അയോഡിൻ. ഓക്കെ, അപ്പോൾ ഫ്ലൂറിൻ ഒരൊറ്റ ഓക്സോ ആസിഡേ ഫോം ചെയ്യുന്നുള്ളൂ, വിച്ച് ഇസ് വോട്ട്? HOF ആണ്. ഹൈപ്പോഫ്ലൂറസ് ആസിഡ്. ശ്രദ്ധിക്കുക, ഒരൊറ്റ എണ്ണം കേട്ടോ. അപ്പോൾ എന്തായിരിക്കും? യെസ്, HOF എന്നുള്ള രീതിയിൽ നമുക്ക് വരും, ഹൈപ്പോഫ്ലൂറസ് ആസിഡ്. ഇനി ക്ലോറിൻ എന്താണ്? എല്ലാ ഓക്സോ ആസിഡും ഫോം ചെയ്യും. അതായത് ഹാലജൻസ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 3 ഉണ്ട്, അതേപോലെ 5 ഉണ്ട്, ആൻഡ് വി ഹാവ് വോട്ട് 7. ഓക്കെ, ഹാലജൻസ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെയാണ്? യെസ്, ഓഫ് കോഴ്സ് -1 കാണിക്കും. അതല്ലാതെ എന്താണ്? -1 കാണിക്കും, +1, +3, +5, +7. ഇനി Clൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. ഇതാ ഇവിടെ എന്തെഴുതാം നമുക്ക്? HClO3. എന്താണ്? HClO3 അല്ലേ? അല്ലെങ്കിൽ HOCl2 എന്നിവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? യെസ്, +5 ആണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ക്ലോറിക് ആസിഡ്. ഓക്കെ, ഇനി ക്ലോറസ് എന്നാകുമ്പോൾ എന്തായിരിക്കും? യെസ്, ദിസ് വിൽ ബി HClO2. അപ്പോൾ എന്താണ്? +3 ആണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഹൈപ്പോക്ലോറസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഹൈപ്പോക്ലോറസ് HOCl. മനസ്സിലായില്ലേ? ഓക്സിജൻ കുറവല്ലേ? യെസ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് പെർക്ലോറിക് ആസിഡ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ആദ്യത്തേത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്, HOCl ആണ്. അപ്പോൾ എന്തായിരിക്കും? യെസ്, Cl HOCl. ഇങ്ങനെ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ, കാരണം ഒരു H മാത്രമല്ലേ ഉള്ളൂ, HOCl. യെസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇനി ക്ലോറസ് ആസിഡ് HOClO. എന്താണ്? HOClO. അപ്പോൾ ഓക്സോ ആസിഡ് ആണ് വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം വേണം. യെസ്, ClO, ഇവിടെ എന്താണ്? OH. ഇത്ര കാര്യമേ ഉള്ളൂ. അപ്പോൾ 3 ബോണ്ടായി, ബാക്കി എന്തുണ്ടാവും? 2 ലോൺ പെയർ ഉണ്ടാവും. സിമ്പിളാണ്. ഇനി വേറെന്താണ്? ക്ലോറിക് ആസിഡ് HOClO2. ഓക്കെ, അപ്പോൾ എന്താണ്? ക്ലോറിൻ എടുത്തോളൂ. ഇനി എന്താണ്? യെസ്, ലൈക്ക് 2 ഓക്സിജൻ ഉണ്ട് അല്ലേ? 2 ഓക്സിജൻ ഉണ്ട്, പിന്നെന്താണ്? OH ഉണ്ട്. ഓക്കെ, എത്ര ബോണ്ട് ഫോം ചെയ്തു? 5 ബോണ്ട് ഫോം ചെയ്തു. എന്തുണ്ടാവും? ഒരു ലോൺ പെയർ. ഇനി എന്താണ്? യെസ്, HOClO3 പെർക്ലോറിക് ആസിഡ്. അപ്പോൾ എന്തായിരിക്കും? ഓക്കെ, ക്ലോറിന് 7 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഒരു OH ആദ്യം കൊടുക്കുക, ഇങ്ങനെ വരും. ഓക്കെ, HOClO3 പെർക്ലോറിക് ആസിഡ് എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞു. ഇനി HOBr ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക? Br മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്ലോറിൻ എല്ലാ ഓക്സോ ആസിഡും ഫോം ചെയ്യും, പക്ഷേ ബ്രോമിൻ എന്ത് ചെയ്യത്തില്ല? ബ്രോമിൻ 3 ഫോം ചെയ്യത്തില്ല. സോറി അബൌട്ട് ദാറ്റ്. അതേപോലെ അയഡിനും എന്ത് ചെയ്യത്തില്ല? ഫോം ചെയ്യത്തില്ല. 3 എന്ത് ചെയ്യത്തില്ല? ഫോം ചെയ്യത്തില്ല. ബാക്കിയുള്ളത് ഫോം ചെയ്യും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. യെസ്, നൗ അക്വാറീജിയ. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓർമ്മയിൽ വന്നപ്പോൾ അതൊന്ന് ഇൻകോപ്പറേറ്റ് ചെയ്തതാണ്. അക്വാറീജിയ ഈസ് എ മിക്സ്ചർ ഓഫ് വാട്ട്? HNO3 ആൻഡ് HCl. ദാറ്റ് ടു ഇൻ 1:3. ഇതെന്തുകൊണ്ടാണ് അക്വാറീജിയ അല്ലെങ്കിൽ റോയൽ വാട്ടർ എന്നൊക്കെ വിളിക്കുന്നത്? വാട്ടർ അല്ലെങ്കിൽ റോയൽ സോൾവെൻ്റ് എന്നൊക്കെ വിളിക്കുന്നത് കാരണം നമ്മുടെ ഗോൾഡ്, പ്ലാറ്റിനം ഇവരാരുമായിട്ടും റിയാക്ട് ചെയ്യത്തില്ല അല്ലേ? പക്ഷേ ഇവരെന്ത് ചെയ്യും? യെസ്, ഈ റോയൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. യെസ്, ഗോൾഡും എന്ത് ചെയ്യും? പ്ലാറ്റിനവും എന്ത് ചെയ്യും? യെസ്, ഗോൾഡും പ്ലാറ്റിനും ഒക്കെ റോയൽ വാട്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈവൻ ദോ ദേ ആർ വെരി ലെസ് റിയാക്റ്റീവ്, ഇവരെന്ത് ചെയ്യും?
ഈ അക്വാ റീജിയുമായിട്ട് റിയാക്ട് ചെയ്യും ആൻഡ് ദ റേഷ്യോ ഈസ് 1:3. ഓക്കെ, നൗ ഡെക്കോൺസ് പ്രോസസ്സ്. അതിനു മുൻപേ ഒരു റിയാക്ഷനും കൂടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കാം. ഇതാ നമ്മുടെ NaOH 2NaOH. ഓക്കെ, അപ്പോൾ Cl2 ഡൈല്യൂട്ട്, കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് എന്ന് നമ്മൾ വിളിക്കും, കോൾഡ് ആൻഡ് ഡൈല്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NaCl ആയിരിക്കും, പിന്നീട് വാട്ടർ കിട്ടും ആൻഡ് യു വിൽ ഗെറ്റ് NaOCl. ശ്രദ്ധിക്കണേ, ഇതും ചോദിക്കാം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, കോപ്പറിൻ്റെ കേസിലും സിങ്കിൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? യെസ്, യു ആർ ഗെറ്റിംഗ് NaOCl. ഓക്കെ, ഇനി ഇവിടെ അതേ സമയം ഇവിടെ NaOH, ഇവിടെ എന്ത് ചെയ്യുന്നു? Cl2. ഇവിടെ എന്താണ്? ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ്, ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ്. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇതെന്താണ്? NaOH ആണ് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ്. ഓക്കെ, Cl2 അല്ല, എന്താണ്? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്? യെസ്, നമ്മുടെ സോൾവെൻറ്റ് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ യു വിൽ സ്റ്റിൽ ഗെറ്റ് NaCl, വാട്ടർ ആൻഡ് വാട്ട്? NaClO3. NaClO3. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഹോട്ട് ആണെങ്കിൽ എന്തായിരിക്കും? ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ആൻഡ് അനദർ വൺ, നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എന്താണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ സ്ലക്കഡ് ലൈം എന്നൊക്കെ നമ്മൾ വിളിക്കും. ഓക്കെ, നമ്മൾ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് CaOCl ട്വൈസ് പ്ലസ് CaCl2 പ്ലസ് വാട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ആൻഡ് വി കോൾ ദിസ് എസ് വാട്ട്? ബ്ലീച്ചിങ് പൗഡർ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. എന്താണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഫോർമുലയൊക്കെ? CaOCl ട്വൈസ് പ്ലസ് CaCl2 എന്നൊക്കെയാണ്. ഓക്കെ, ഇനി ഡെക്കൗണ്ട് പ്രോസസ്സ് എന്താണ്? മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് Cl2 ആണ്, ക്ലോറിൻ ആണ്. നമ്മൾ HCl ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യാണ്. ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് എന്താണ്? CuCl2. അങ്ങനെയാണെങ്കിൽ വി വിൽ ഗെറ്റ് വാട്ട്? വി വിൽ ഗെറ്റ് Cl2 പ്ലസ് എന്താണ്? H2O. ഓക്കെ, ക്ലോറിൻ ഗ്യാസ് ഫോം ചെയ്യും എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഗ്രീനിഷ് യെല്ലോ കളറാണ് ക്ലോറിൻ്റെ കളർ. ഓൾ റൈറ്റ്, അപ്പോൾ നമ്മൾ ഓക്സോ ആസിഡ്സ് ഓഫ് ഹാലജനും പിന്നീട് ക്ലോറിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഡിഫറൻറ്റ് ഹാലജൻസ് ഉണ്ടാവും. 2 ഡിഫറൻറ്റ് ഹാലജൻസ് ഫോംസ് ദി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ X ഡാഷ് എന്നുള്ള രീതിയിൽ നമുക്ക് കോമ്പൗണ്ട് ഫോം ചെയ്യും. ആൻഡ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിഗർ ഇൻ സൈസ് ആയിരിക്കും, ഓക്കെ, സൈസ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വാട്ട്? എക്സ് ഡാഷ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എക്സ് ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ വാട്ട്? എക്സ് എന്നും പറയാം. സിമ്പിളാണ്. നോക്കൂ, ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു +1 +3 +5 ആൻഡ് +7 ആണ്. അപ്പോൾ ദാ ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എക്സ് ഡാഷ് ആണെങ്കിൽ CLF, BRF, IF. കണ്ടോ, IF എന്നൊക്കെ പറയുന്നത് എന്താണ്? I ബിഗർ ആണ്, ഫ്ലൂറിൻ എന്താണ്? ചെറുതാണ്. അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എക്സ് ഡാഷ് ഇസ് ഗ്രേറ്റർ ദാൻ വാട്ട്? എക്സ് എന്നുള്ള രീതിയിലും പറയാം. അതേപോലെ നിങ്ങളുടെ എക്സ് ഡാഷ് 3ഉം 5ഉം 7 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ജോമെട്രിയാണ് നിങ്ങളോട് ചോദിക്കുക. ജോമെട്രി കണ്ടുപിടിക്കേണ്ടത് കെമിക്കൽ ബോണ്ടിങ്ങിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രശ്നമല്ല. BRF3 അല്ലേ? അപ്പോൾ BRF3 എന്നൊക്കെ പറഞ്ഞാൽ ഇതാ BRF3 ഒക്കെ വളരെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതാ BRF3 ഇങ്ങനെയാണ്. യെസ്, ഇതാ T ഷേപ്പ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ നത്തിങ് ന്യൂ അബൌട്ട് ദിസ്, നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തതാണ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. നൗ സ്യൂഡോ ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ടോപ്പിക് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സ്യൂഡോ ഹാലജൻ കോമ്പൗണ്ട്സ്? നമ്മൾ ഹാലജൻ എന്ന് പറഞ്ഞാൽ X2 അല്ലേ? Cl2, Br2. ചില റിയാക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹാലജനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും വേറെ ആളുകളെ കൊണ്ട്. ഓക്കെ, ആ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതാ H2 + Cl2. ഓക്കെ, 2HCl. ഓക്കെ, അങ്ങനെയാകുമ്പോൾ H2 + Cn ട്വൈസ്, ഇങ്ങനെയാണെങ്കിൽ 2HCN എന്നുള്ള രീതിയിൽ വരും. ഇതിനെയാണ് നമ്മൾ സ്യൂഡോ ഹാലജൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഫോൾസ്, ഹാലജൻ അല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ,
polyatomic molecules that behave similarly to what? Halogen. സിമിലർ ആയിട്ട് ഹാലജൻ്റെ സിമിലാരിറ്റി ആയിട്ട് കാണിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്യൂഡോ ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ദേ ആർ മെയ്ഡ് ഓഫ് 2 or more പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ നമുക്ക് സ്യൂഡോ ഹാലജൻ കോമ്പൗണ്ട്സ് ഒന്ന് നോക്കാം. CN ട്വൈസ് അല്ലേ? CN ട്വൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സയനോജൻ. യെസ്. ഇനി SCN ട്വൈസ് എന്തായിരിക്കും? തയോസയനോജൻ. ഓക്കെ. ഇനി OCN ട്വൈസ് എന്താണ്? ഓക്സിസയനോജൻ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. നൗ ദ ലാസ്റ്റ് വൺ, സിനോൺ ഫ്ലോറൈഡ് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ നമ്മളുടെ നോബിൾ ഗ്യാസസുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നോബിൾ ഗ്യാസസിൽ റിയാക്ടിവിറ്റി, നോബിൾ ഗ്യാസസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? യെസ്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ ആൻഡ് ഓഗ്നസോൺ. ഓക്കെ. ഇതിൽ നമ്മുടെ റാഡോണും ഓഗ്നസോണും എന്ത് ചെയ്യത്തില്ല, നമുക്ക് എയറിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരൊക്കെ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് മോസ്റ്റ് റിയാക്റ്റീവ് ആരായിരിക്കും? സിനോൺ ആണ്. സിനോൺ ഫോംസ് മേജർ കോമ്പൗണ്ട്സ്. അപ്പോൾ സിനോണിൻ്റെ കോമ്പൗണ്ട്സിനെ പറ്റി നമുക്കൊന്ന് അറിയണം. നോക്കൂ, സിനോൺ ഫോംസ് 3 ഫ്ലൂറൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. XeF2, XeF4 ആൻഡ് XeF6. അപ്പോൾ ഇവരുടെ റേഷ്യോസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. XeF2 ആകുമ്പോൾ 1:1, XeF4 ആകുമ്പോൾ 1:5 ആൻഡ് XeF6ൻ്റെ ഫോർമേഷൻ ആണെങ്കിൽ 1:20. ഇത്രയുമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. സിനോണും ഫ്ലൂറിനും തന്നെയാണ്, പക്ഷേ ഇവരുടെ റേഷ്യോ XeF2 ആണെങ്കിൽ 1:1, XeF4 ആണെങ്കിൽ 1:5 ആൻഡ് XeF6 ഇറ്റ് ഈസ് 1:20. ഇനി അടുത്തതായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു റിയാക്ഷൻ ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് ഓഫ് സിനോൺ ഫ്ലൂറൈഡ്സ്. നോക്കൂ, XeF2നെ ഹൈഡ്രോളൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? Xe കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ്? XeF2നെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ Xe കിട്ടും. XeF4നെയും XeF6നെയും ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? XeO3 ആണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്താണ്? XeO3. അതേപോലെ XeF4 ആകുമ്പോൾ പ്ലസ് നിങ്ങൾക്ക് എന്തും കിട്ടും? Xeയും കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. XeF2നെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ Xe. ഓക്കെ. XeF4നെ XeO3യും കിട്ടും, Xeയും കിട്ടും, സിനോണും കിട്ടും. ഇനി XeF6 ആകുമ്പോഴോ XeO3 മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഓൾറൈറ്റ്. നൗ പാർഷ്യൽ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അവിടെ ടോപ്പിക്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാർഷ്യൽ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ആണ്. ദിസ് ഈസ് കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ്. ഓക്കെ. അപ്പോൾ XeF6ൻ്റെ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ആദ്യം 2 ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഹൈഡ്രജനുമായി കമ്പയർ ചെയ്തിട്ട് 2 HF ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് XeOF4 ഉണ്ടാവും. പിന്നീട് ഹൈഡ്രോളിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? XeO2F2. ഓക്കെ. ഇനിയും ഈ XeO2F2യെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? XeO3. ഇതാണ് നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമ്മുടെ സിലബസ് ബേസ്ഡായി മുഴുവൻ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 1 കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ആസ് മെനി പ്രോബ്ലംസ് ആസ് യു ക്യാൻ ആൻഡ് നോട്ട്സ് എഴുതി ഉണ്ടാക്കുക. ഓക്കെ. ആൻഡ് ഈ സെഷൻ മേ ബി കുറച്ച് ലെങ്തി ആയിരിക്കാം, പക്ഷേ കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എക്സാമിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.